ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 2 ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. നമ്മൾ മുമ്പ് മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയർ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, സിമ്പിളാണ്. അത് തന്നെയാണ് കേട്ടോ ഞാൻ വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം, അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മോർണിംഗ് ഹെയർ കെയർ നോക്കാം. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ മുടി മെടഞ്ഞിട്ടിട്ടായിരുന്നു കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് മുടി കഴുകിയിട്ടുണ്ട്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടിക്ക് ഒട്ടും തന്നെ ഡ്രൈനെസ് ഇല്ല കേട്ടോ. അത് നമ്മുടെ നാച്ചുറൽ കണ്ടീഷണർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ എൻ്റെ മുടിയിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഓയിലി ഫീൽ, ഒരു മോയ്സ്ചറായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല, മുടിക്ക് ഉള്ളില്ലാത്ത പോലെയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലത് ഈ ഒരു രീതിയിൽ മുടി പോകുന്നതാണ്. അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ്, മുടി പൊട്ടിപ്പോ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മോർണിംഗ് ഹെയർ കെയറിൽ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം മുടി അഴിച്ചു കഴിഞ്ഞിട്ട് മുടി നന്നായിട്ടൊന്ന് ചീകി കെട്ട് കളയാന്നുള്ളതാണ്. രാത്രിയിൽ അങ്ങനെ മുടി നന്നായിട്ട് ചീകിയിട്ട് കെട്ടിയൊക്കെ വെച്ച കാരണം വലിയ രീതിയിൽ കെട്ടും കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും ചെറിയ രീതിയിലുള്ള കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചീകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മുടിയുടെ താഴത്തുനിന്ന് മുതൽ നിങ്ങൾ ചീകി തുടങ്ങുക, ഒറ്റയടിക്ക് വലിച്ച് ചീകാതിരിക്കുക. പിന്നെ എവിടെയെങ്കിലും വലിയ കെട്ടോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കൈ കൊണ്ട് തന്നെ ആ കെട്ടൊന്ന് മാറ്റിയെടുത്തിട്ട് ചീപ്പ് ഉപയോഗിച്ചിട്ട് ചീകുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ മുടിയൊക്കെ ചീകി കഴിഞ്ഞിട്ട് ഞാൻ മുടിയിൽ ടോണറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ടോണർ നമ്മുടെ റോസ്മേരിയുടെ ടോണറാണ്. ഇത് തയ്യാറാക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റോസ്മേരി ഡ്രൈഡ് ലീവ്സ് എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് ആറി കഴിഞ്ഞിട്ട് അരിച്ചെടുക്കുക. അരിച്ചിട്ട് അതിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഇ ചേർത്തിട്ടാണ് ഈ ഒരു ടോണർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോണർ തന്നെ വേണമെന്നില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ടോണർ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. പക്ഷേ റോസ്മേരി ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ ഒരു ടോണർ ഉണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഡേ 2 നമ്മൾ മുടി കഴുകാത്ത ദിവസമാണ്. കഴുകാത്ത ദിവസം നല്ല കേട്ടോ, ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് മുടി കഴുകാം. നമ്മൾ ഇന്നത്തെ ദിവസം പാക്കുകളൊന്നും ചെയ്യുന്നില്ല, മുടിയെ ഫ്രീ ആയിട്ട് വിടുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും ഇന്ന് കാണിക്കാൻ തന്നെ കാരണം. ഇന്നത്തെ ദിവസം നിങ്ങൾ കാര്യമായിട്ട് തന്നെ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും ചെയ്ത് കൊടുക്കണം. അപ്പോൾ റോസ്മേരി എടുത്തിട്ട് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ. ഒരുപാട് നനയുന്ന രീതിയിൽ പാക്കായിട്ടൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്കാൽപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയിലും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ഒരു മസാജിങ് കൊടുക്കാം കേട്ടോ. നമ്മൾ പാക്കൊക്കെ ഉപയോഗിക്കുന്ന ദിവസമാണെങ്കിൽ നിങ്ങൾ മോർണിംഗ് ഹെയർ കെയർ നൈറ്റ് ഹെയർ കെയറും അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട. കാരണം നമ്മൾ പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓയിൽ തേക്കുന്ന സമയത്തൊക്കെ നമ്മൾ മസാജിങ് ഒക്കെ കൊടുക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ ഇത് പാക്ക് ഉപയോഗിക്കാത്ത ദിവസം നിങ്ങൾ നന്നായിട്ട് മസാജിങ് ഒക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ മസാജിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് കേട്ടോ മുടി കഴുകുന്നത്. നമ്മുടെ വീഡിയോസ് ഒന്നിടവിട്ട ദിവസങ്ങളിലേ നമുക്കുള്ളൂ. പിന്നെ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ ഇന്ന് വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ മുടി കഴുകുന്നില്ല. നിങ്ങൾക്ക് ഡെയിലി ഹെയർ വാഷ് ആണ് നിങ്ങൾക്ക് കംഫർട്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ മുടിയിൽ തേച്ചിട്ട് താളി എന്തെങ്കിലും ഉപയോഗിച്ച് മുടി കഴുകാം, അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ മുടി കഴുകാം. പാക്കുകളും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഒരു മസാജിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ മുടി കെട്ടി വെക്കരുത് കേട്ടോ. കാരണം റോസ്മേരിയുടെ വെള്ളമൊക്കെ നമ്മൾ ഉപയോഗിച്ച് ചെറിയ രീതിയിലൊരു മോയ്സ്ചർ, ഒരു ചെറിയ രീതിയിലൊരു നനവ് എന്തായാലും നമ്മുടെ മുടിയിൽ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വിടുക കേട്ടോ. ഒരു 2-3 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് മുടി അഴിച്ചിട്ടാൽ തന്നെ അത് ഡ്രൈ ആയിക്കോളും. നനഞ്ഞ മുടി ഒരിക്കലും നിങ്ങൾ കെട്ടി വെക്കരുത്. മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ മുടിക്കായ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് അങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കെട്ടി വെക്കാം. കെട്ടി വെക്കുന്നതിന് മുമ്പായിട്ട് മുടി ഒന്നും കൂടി ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഓരോ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ കാണിക്കുന്നതെന്നുള്ളൂ. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് വലിയ കാര്യമായിട്ടുള്ള ഒന്നുമില്ല കേട്ടോ, നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുടി ഒന്നും കൂടി ചീകിയിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാം. പിന്നെ കെട്ടി വെക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കംഫർട്ട് അനുസരിച്ച് നമുക്ക് കെട്ടി വെക്കാം. മെടഞ്ഞിടുന്നവരുണ്ട്, പിന്നെ മുടി അമ്മങ്കെട്ട് കെട്ടി വെക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ കെട്ടി വെക്കുന്നവരുണ്ട്. ശ്രദ്ധിക്കുക, മുടി അഴിച്ചിടാതിരിക്കുക. വീട്ടിലിരിക്കുകയാണെങ്കിലും പുറത്ത് പോകുകയാണെങ്കിലും ഏത് സമയവും ഇങ്ങനെ അഴിച്ചിട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴെങ്കിലൊക്കെ അഴിച്ചിട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഏത് സമയം ഇങ്ങനെ അഴിഞ്ഞ് വീണ് പോവുക പിന്നെയും കെട്ടി വെക്കുക അങ്ങനെ ഒരു ഇതില്ലേ, അങ്ങനെ ആവരുത്. സ്റ്റേബിൾ ആയിട്ട് കെട്ടി വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ എങ്ങനെയാണ് മുടി കെട്ടി വെക്കുന്നതെന്നൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണുമ്പോൾ ഇത് വെറുപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് മുടി കെട്ടി വെക്കുക അങ്ങനെയൊക്കെ കമന്റിലൂടെ ചോദിക്കലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ മുടി ഷോർട്ട് ആയതുകൊണ്ട് തന്നെ ബണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കെട്ടി വെക്കാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മോർണിംഗ് ഹെയർ കെയർ. പിന്നെ മോർണിംഗ് ഹെയർ കെയറിൽ നിങ്ങൾക്ക് സെറം വേണമെങ്കിൽ ഉപയോഗിക്കാം, ടോണർ ഉപയോഗിക്കാം. ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമ്മുടെ നൈറ്റ് ഹെയർ കെയർ ആണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് ഹെയർ കെയർ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് സമയം മുടി അഴിച്ച് കെട്ടി വെക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. പുറത്തേക്കൊന്നും പോകുന്നില്ല എന്നാണെങ്കിൽ അതുപോലെ തന്നെ മുടി ഇരിക്കും. പിന്നെ കുളിക്കുന്ന സമയത്ത് ഞാൻ മുകളിലേക്ക് മുടി കെട്ടി വെക്കും കേട്ടോ. ഞാൻ ഇന്ന് മുടി കഴുകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് മുകളിലേക്ക് മുടി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുടി അഴിക്കാൻ പാടില്ല, കെട്ടാൻ പാടില്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. പരമാവധി അങ്ങനെ ഏത് സമയം അഴിഞ്ഞു പോകാതിരിക്കുക, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മുടെ മുടിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന മുടി പൊട്ടിയൊക്കെ പോകും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് മുടി ഒന്നും കൂടി നമുക്ക് അഴിച്ചിട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ രാവിലെ ചീകിയൊക്കെ വെച്ചതല്ല, അപ്പോൾ ഒന്നും കൂടി മുടിയൊക്കെ അഴിച്ച് മുടിയിൽ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പിന്നെ
ചീകി കെട്ടൊക്കെ കളഞ്ഞെടുക്കാം. പിന്നെ നൈറ്റ് ഞാൻ മുടിയിൽ സെറം ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. മോർണിംഗ് നമ്മളിപ്പം ടോണറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നൈറ്റ് സെറം ഉപയോഗിക്കാം. മോർണിംഗും നൈറ്റും സെറം ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല. മോർണിംഗും പിന്നെ നൈറ്റും പിന്നെ ടോണർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ മുടിയിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത്. പിന്നെ സെറം ആകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മുടി പൊട്ടി പോവാതിരിക്കാനും നല്ല രീതിയിൽ മോയ്സ്ചർ തരാനും മുടിക്ക് നല്ലൊരു തിളക്കം നൽകാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ സെറം തയ്യാറാക്കുന്ന വീഡിയോയും ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇത് കാണിക്കുന്നില്ല. പിന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേരല്ല, കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും ചെയ്യുമ്പോൾ തന്നെ അവർക്ക് മുടിക്ക് നല്ല വ്യത്യാസമുണ്ട്, വേറെ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്തില്ല, ഇത് മാത്രം ചെയ്തിട്ട് റിസൾട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സത്യമാണ്. നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല, ഇത് കറക്റ്റ് ആയിട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ സെറം തേക്കേണ്ട എല്ലാവർക്കും അറിയാലോ. നമ്മുടെ സ്കാൽപ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് നനയുന്ന രീതിയിൽ തേക്കരുത്, കാരണം രാത്രി നമുക്ക് ഒരുപാട് സമയം ഉണങ്ങാൻ വെക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ചെറിയ രീതിയിൽ സ്കാൽപ്പിൽ എല്ലായിടത്തും ഒന്ന് ഡ്രോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് സെറം എടുത്തിട്ട് നമ്മുടെ മുടിയിലും കൂടി തേച്ച് കൊടുക്കുക കേട്ടോ. മുടിയിൽ തേക്കുന്ന സമയത്ത് മുടിയുടെ അറ്റത്തും കൂടി തേച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ സെറം നന്നായിട്ട് തേച്ചിട്ട് നമ്മൾ രാവിലെ ചെയ്ത പോലെ തന്നെ നല്ല രീതിയിൽ ഒരു മസാജിങ് കൊടുക്കുക കേട്ടോ. സെറം നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ നൈറ്റ് നമ്മുടെ സ്കാൽപ്പിന് മസാജിങ് കൊടുക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാജിങ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഹെവി ആയിട്ട് ഒരുപാട് ഹാർഡ് ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോഫ്റ്റ് ആയ രീതിയിൽ ചെയ്താൽ മതി. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. മുടി മുമ്പോട്ടൊക്കെ ഇട്ടിട്ട് മസാജ് ചെയ്യണേ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ചിലരൊക്കെ കട്ടിലൊക്കെ കിടന്നിട്ട് താഴേക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ മസാജ് ചെയ്യലുണ്ട്. അതൊക്കെ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് മസാജിങ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെ സെറം തേച്ച് കഴിഞ്ഞിട്ട് മസാജിങ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മുടി കെട്ടിവെക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുടി നനഞ്ഞ മുടി കെട്ടിവെക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് വെറുതെ വെക്കുക. അപ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ. സെറം ഒട്ടും തന്നെ സമയം വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളും. അങ്ങനെ ഓയിലി ഫീലോ അങ്ങനെ ഒരുപാട് വെള്ളം പോലെ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിൽ നിന്ന് അത് ഡ്രൈ ആവും. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടി കെട്ടിവെക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ചീകി കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ മസാജിങ് ഒക്കെ ചെയ്തിട്ട് ചെറിയൊരു കെട്ടൊക്കെ വീണിട്ടുണ്ടാവല്ലോ, ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. മസാജിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ കെട്ടിവെക്കണേ അങ്ങനെ കെട്ടിവെക്കാം. പിന്നെ എനിക്കിങ്ങനെ ശീലിച്ചുകൊണ്ട് ഈ സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, അതുകൊണ്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടി മുടി ഒന്ന് ചീകിയിട്ട് നമുക്ക് കെട്ടിവെക്കാം. അപ്പോൾ രാത്രിയിൽ ഞാൻ മുടി പിന്നെ അമ്മങ്കെട്ടാണ് കേട്ടോ കെട്ടിവെക്കുന്നത്. മെടഞ്ഞിടാറുണ്ട്, പിന്നെ അമ്മങ്കെട്ട് കെട്ടിവെക്കാറുണ്ട്. പിന്നെ മെടഞ്ഞിടുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുടി ഇങ്ങനെ വളഞ്ഞിരിക്കും. അപ്പോൾ ഞാൻ മിക്കവാറും മെടഞ്ഞാണ് ഇടാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ അമ്മങ്കെട്ടാണ് കേട്ടോ കെട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് അതിനനുസരിച്ച് കെട്ടാം. പിന്നെ ഇങ്ങനെ വലിച്ചു മുറുക്കി കെട്ടരുതെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ലൂസ് മെടഞ്ഞിടുകയാണെങ്കിലും അമ്മങ്കെട്ട് കെട്ടി വെക്കുകയാണെങ്കിലും കുറച്ച് ലൂസ് ആക്കിയിട്ട് കെട്ടി വെക്കുക. അത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ നൈറ്റ് ഹെയർ കെയർ. ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ ആണ്. നമ്മുടെ മോർണിംഗ് ഹെയർ കെയർ ആണെങ്കിലും നൈറ്റ് ഹെയർ കെയർ ആണെങ്കിലും സിമ്പിൾ ആണ്. കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഹെയർ കെയറിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും ഈ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ 30 days ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ Day 3 വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.